എല്ലാവർക്കും ഇന്നിവിടെ ഈ വെബിനാറിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അഖില കേരള തന്ത്രി സമാജം ഉത്തരമേഖലയും താന്ത്രിക വൈദിക പഠന ഗവേഷണ കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വൈശാഖ മാസാചരണത്തിന്റെ ഭാഗമായി മെയ് 9-ാം തീയതി തുടങ്ങി 30 ദിവസം നീണ്ടു നിൽക്കുന്ന ദേവി ഭാഗവതം മൂലഗ്രന്ഥം പാരായണവും പ്രഭാഷണവും എന്ന ഓൺലൈൻ വെബിനാറിന്റെ 4ാം ദിവസമാണല്ലോ ഇന്ന്. ദേവി ഭാഗവതത്തിന്റെ 3ാം സ്കന്ധത്തിലെ ആദ്യ 10 അധ്യായങ്ങളുടെ പാരായണവും അവതരണത്തിനുമായി ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള എറണാകുളം ഇടപ്പള്ളി സർക്കാർ ഹൈസ്കൂളിന്റെ പ്രിൻസിപ്പാൾ ശ്രീ ശങ്കരനാരായണൻ അവർകളാണ്. നമസ്കാരം ശ്രീ ശങ്കരനാരായണൻ സാർ. പരിപാടി ആദ്യം ഒരു പ്രാർത്ഥനയാണ്. അതിനായി കണ്ണൂർ കൂത്തുപറമ്പിനടുത്ത് ഓലയിക്കര ഇല്ലത്തെ കുട്ടികളായ കുമാരി ഗായത്രിയെയും കുമാരി ജ്യോതികയെയും സഹർഷം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവ്യൈ സരസ്വതിം വ്യാസം തഥോ ജയമുദീരയേ. ഗായത്രിക്കും ജ്യോതികയ്ക്കും വളരെയധികം നന്ദി. അടുത്തത് സ്വാഗതം പറയാനുള്ളതാണ്. സ്വാഗതം പറയാനും ഇന്നത്തെ പ്രഭാഷകനെ സദസ്സിന് പരിചയപ്പെടുത്തുവാനും വേണ്ടി പ്രസാദ് ചൊവ്വല്ലൂരിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വൈശാഖ മാസത്തിലെ ഈ പുണ്യയജ്ഞത്തിൽ ഇന്ന് പ്രഭാഷണത്തിനായി എത്തിച്ചേർന്നിരിക്കുന്നത് ഇടപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പാൾ ശ്രീ ശങ്കരനാരായണൻ അവർകളാണ്. ആദ്യമായി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്നത്തെ ഓൺലൈൻ വെബിനാർ ശ്രവിക്കാനായി ഇവിടെ എത്തിച്ചേർന്ന ഓരോരുത്തരെയും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ഞാൻ പ്രസാദ് ചൊവ്വല്ലൂർ, പൂജാപഠനം ബാച്ച് 3 വിദ്യാർത്ഥിയാണ്. ഇന്ന് നമ്മുടെ ക്ഷണപ്രകാരം ഇവിടെ എത്തിയ ശ്രീ ശങ്കരനാരായണൻ സാറിനെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഒരുവിധം പേർക്കും അറിയാവുന്നതായിരിക്കും. എന്നിരുന്നാലും ഒരു ചെറിയ പരിചയപ്പെടുത്തൽ ആണ് ഉദ്ദേശിക്കുന്നത്. ശ്രീ ശങ്കരനാരായണൻ സാർ തൃശ്ശൂർ ജില്ലയിലെ കൊടകരയിലാണ് താമസിക്കുന്നത്. അദ്ദേഹം 1999 കൊടകര ഗവൺമെന്റ് ഹൈസ്കൂളിൽ അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. അന്നു തുടങ്ങിയ അധ്യാപന സബരിയിൽ 6 വർഷമായി ശ്രീ ശങ്കരനാരായണൻ സാർ എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പൽ ആയി സേവനം തുടരുന്നു. സംസ്കൃത ഭാഷയിൽ അതീവ തൽപരനായ അദ്ദേഹം ഈ തിരക്കുപിടിച്ച ജീവിതത്തിനിടയിലും നവവാണി എന്ന ഓൺലൈൻ ബ്ലോഗിൽ ധാരാളം രചനകൾ നടത്താറുണ്ട്. കൂടാതെ രസന എന്ന സംസ്കൃത മാസികയിലും തൻ്റെ സൃഷ്ടികൾ ധാരാളം പ്രസിദ്ധീകരിക്കാറുണ്ട്. അതിനുപരി സംസ്കൃത ഭാഷയുമായി ബന്ധപ്പെട്ട് മറ്റനേകം പ്രവൃത്തികൾ ഏറ്റെടുത്ത് നടത്തുന്ന അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ ഒരു സംഭാവന സർക്കാരിൻ്റെ അക്കാഡമിക് ടെക്സ്റ്റ് ബുക്ക് കമ്മിറ്റിയിലെ പ്രവർത്തന രീതി തന്നെയാണ്. ഇതിനെല്ലാം അദ്ദേഹത്തിന് പ്രചോദനമായി ഊർജം നൽകിക്കൊണ്ട് ഒരു നിഴൽ പോലെ ഒപ്പം സഞ്ചരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി അധ്യാപികയായി വ്യാസവിദ്യാനികേതൻ സ്കൂളിൽ സേവനമനുഷ്ഠിക്കുന്നു. ഈ അധ്യാപിക ദമ്പതിമാർക്ക് 2 കുട്ടികളാണ് ഉള്ളത്. മകൾ +2-വിനും മകൻ 5ാം തലത്തിലും പഠിക്കുന്നു. പ്രഭാഷണത്തിന് പ്രാധാന്യം നൽകുവാനുള്ളതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് ഇനിയുമേറെ പറയാനുണ്ടെങ്കിലും അതിന് തൽക്കാലം മുതിരാതെ ശ്രീ ശങ്കരനാരായണൻ അവരുടെ പ്രഭാഷണത്തിന് ഈ ഓൺലൈൻ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം.
കേൾക്കാമല്ലോ? ക്ലിയർ അല്ലേ സംസാരിക്കുന്നത്? അതെ അതെ കേൾക്കാം. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ നമസ്തസ്യൈ നമസ്തസ്യൈ. ദേവി ഭാഗവതം ഈ വൈശാഖമാസകാലത്ത് അമ്മയുടെ തത്വത്തെ ചിന്തിക്കുക, അമ്മയുടെ കഥ അവദാനങ്ങള് വാഴ്ത്തുക, കഥ ശ്രവണം എന്ന് ഉള്ളൊരു കാര്യം തന്നെ ഏറെ ഭാഗ്യമായുള്ള പുണ്യമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ദേവി ഭാഗവതത്തിന്റെ 1ാമത്തെ സ്കന്ധവും 2ാമത്തെ സ്കന്ധവും നമ്മൾ ഏകദേശം മനസ്സിലാക്കി കഴിഞ്ഞു വന്നു 3ാം സ്കന്ധത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ദേവി ഭാഗവതം ഒരു പുരാണം ആയതുകൊണ്ട് തന്നെ പുരാണത്തിൻ്റെതായ ലക്ഷണത്തിനനുസരിച്ച് വരുന്ന ഒരു ഏറ്റവും അതിന് പ്രതിപാദിക്കേണ്ട ഒരു വിഷയമാണ് സൃഷ്ടി നിരൂപണം. സൃഷ്ടി എങ്ങനെയാണ് എന്നുള്ളത്. അതിലേക്ക് പ്രവേശിക്കുന്നതിനായിട്ട് ആദ്യം ജനമേജയൻ വ്യാസനോട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളും അതിന് വ്യാസൻ നൽകുന്ന മറുപടി, തുടർന്ന് വ്യാസൻ പറയുന്നുണ്ട്, ഇത് എനിക്ക് നേരത്തെ വന്ന സംശയമാണ്, ഇത് ഞാൻ എൻ്റെ അച്ഛനോട് ചോദിക്കേണ്ടായിട്ടുണ്ട് എന്നാണ്. അങ്ങനെ ആ ചോദ്യങ്ങളുമായിട്ട് വരികയാണ്. അദ്ദേഹം വ്യാസൻ നാരദനോട് ചോദിച്ചു. നാരദൻ ബ്രഹ്മാവിനോട് ചോദിച്ചതായിട്ട് പറഞ്ഞുകൊണ്ടാണ് സൃഷ്ടി നിരൂപണം ഇവിടെ ആരംഭിക്കുന്നത്. ആദ്യത്തെ ഭാഗത്ത് തുടങ്ങുന്ന കുറച്ച് ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് പോകാനായിട്ട്. ജനമേജയൻ പറയുന്നത് ഇങ്ങനെയാണ്: കീദൃശശ്ച ഭഗവൻ ഭവതാ പ്രോക്തം യജ്ഞമംബാഭിദം മഹത്സാകാ കഥം സമുത്പന്ന കുത്രകസ്മാച്ച കേ ഗുണ കീദൃശശ്ച മഖസ്തസ്യ സ്വരൂപം കീദൃശം തഥാ വിധാനം വിധിവദ്രൂഹി സർവജ്ഞോസി ദയാനിധേ. അമ്പായാഗത്തെ കുറിച്ച് അങ്ങ് നേരത്തെ പറയേണ്ടായി. എങ്ങനെയാണ് ഈ അമ്പായാഗം, അതിന്റെ എങ്ങനെയാണ് അതിന്റെ ഗുണം, അതിന്റെ വിധികൾ എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങാണ്. ആ ചോദ്യങ്ങൾ പിന്നെ ഓരോന്ന് കടന്നു വരുമ്പോഴാണ് ചോദിക്കുന്നത്. അടുത്ത് ബ്രഹ്മാണ്ഡസ്യ തഥോത്പത്തിം വദ വിസ്തരതസ്തഥായഥോക്തം യാദൃശം ബ്രഹ്മന്നഖിലം വേത്സ്യ പൂർവ്വ. ഈ ബ്രഹ്മാണ്ഡത്തിന്റെ ഉത്പത്തി എങ്ങനെയുണ്ടായി എന്ന് ചോദിച്ചിട്ടാണ് വരുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ദേവന്മാരാണോ, ആരാണ് ഇത് സൃഷ്ടിച്ചത്? ചിലര് പറയുന്നു ബ്രഹ്മാവാണ്, ചിലര് പറയുന്നു അതല്ല വിഷ്ണുവിൽ നിന്നാണ്, ചിലര് ശിവനാണെന്ന് പറയുന്നു, ചിലര് പറയുന്നത് സ്വഭാവ രീതിയിൽ നേരത്തെ തന്നെ അതേ അവസ്ഥയിലുള്ളതാണെന്നൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയാണ് ഈ ബ്രഹ്മാണ്ഡം മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്? മാത്രമല്ല, ഇങ്ങനെയുള്ള ഈ സൃഷ്ടി നടത്തുന്ന ആളുകൾ എങ്ങനെയാണ്? അവർ സ്വതന്ത്രരാണോ, പരതന്ത്രരാണോ, ചേതനരാണോ, അചേതനരാണോ? ഇങ്ങനെയുള്ള ഒട്ടേറെ സംശയങ്ങൾ അങ്ങോട്ട് അദ്ദേഹം ചോദിക്കുകയാണ്. ജനമേജയൻ ചോദിച്ചു. അപ്പോ വ്യാസൻ പറയുന്നുണ്ട്, ദുർഗമ പ്രശ്നഭാരോയം ൃതോ രാജൻസ്തുയാധുന. അങ്ങീ ചോദിച്ച ചോദ്യങ്ങളൊക്കെ തന്നെ വളരെ ദുർഗമങ്ങളായിട്ടുള്ള, പെട്ടെന്ന് മറുപടി പറയാൻ കഴിയുന്നതല്ല. ബ്രഹ്മാദീനാം സമുത്പത്തി കസ്മാദിതി മഹാമതേ ഏതദേവമയാ പുത്ര പൃഷ്ടോസോ നാരദോ മുനി. ഞാൻ ഇതേ ചോദ്യം തന്നെ അങ്ങിപ്പോ എന്നോട് ചോദിച്ച ഈ ചോദ്യങ്ങളൊക്കെ ഞാൻ നാരദനോട് ചോദിക്കേണ്ടായിട്ടുണ്ട് എന്ന് പറയാണ്. അങ്ങനെ പറയണം, ഒരിക്കൽ ഞാൻ നാരദനെ ഗംഗാതീരത്ത് കാണുകയുണ്ടായി. അപ്പൊ നാരദനോട് ഞാൻ ഇതേ അങ്ങിപ്പോ എന്നോട് ഈ ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഞാൻ നാരദനോട് ചോദിക്കേണ്ടായിട്ടുണ്ട്. അങ്ങനെ നാരദനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ അങ്ങ് ചോദിച്ച കാര്യങ്ങള് സാധാരണ ഒരു മനസ്സുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് കിട്ടാവുന്നതല്ല. ഞാനിത് തന്നെ എൻ്റെ അച്ഛനായിട്ടുള്ള ബ്രഹ്മാവിനോട് ചോദിക്കേണ്ടായി. അദ്ദേഹമാണല്ലോ സൃഷ്ടികർത്താവ്, അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കേണ്ടായി എന്ന് പറഞ്ഞു. അവിടെ നിന്നാണ് ഇതിന്റെ ആരംഭം. ഈ 3ാം സർഗത്തിന്റെ വിഷയം ആരംഭിക്കുന്നത് തന്നെ.
അപ്പോ ബ്രഹ്മാവിന്റെ അടുത്ത് നാരദൻ വന്ന് ചോദിക്കുന്ന ഭാഗത്താണ് എങ്ങനെയാണ് അങ്ങാണോ സൃഷ്ടിച്ചത്, അതോ ശ്രീപരമേശ്വരനാണോ മഹാവിഷ്ണു ആണോ, എങ്ങനെയാണ് ഈ സൃഷ്ടി ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോഴാണ് ബ്രഹ്മാവ് പറയുന്നത്, ഞാൻ ആദ്യം എല്ലാം ഞാന് താമരയില് ഞാൻ ജനിച്ച് വന്ന സമയത്ത് തന്നെ ഈ ഭൂമിയിൽ യാതൊന്നും ഇല്ലാതെയിരുന്ന, വൃക്ഷങ്ങളില്ല, പർവ്വതങ്ങളില്ല, നദികൾ, എല്ലാ ദിക്കിലും അംഭക് ഗഭീരം ഗഹനം എന്ന് പറയുന്ന നാസതീയ സൂക്തത്തിൽ പറയുന്ന അംഭക്തിമാസ ഗഹനം ഗഭീരം എന്ന് പറയുന്ന പോലെ എങ്ങും ജലമയമായിട്ടുള്ള ഒരു കാരണ ജലത്തിന്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു താമരയിലുണ്ടായി ഞാൻ. അപ്പൊ എനിക്ക് എന്റെ സംശയം ഉണ്ടായി, ഇതിന്റെ ആധാരമായിട്ടുള്ള എവിടെയാണെന്നുള്ളത് ഞാൻ സംശയിച്ചു. എനിക്ക് അത് അറിയാനായിട്ടൊരു ആകാംക്ഷ ഉണ്ടായി. ഞാൻ എന്ത് ചെയ്തു, ഈ താമരയുടെ നാളത്തിലൂടെ അതിന്റെ ഏറ്റവും മൂലം എവിടെയാണെന്ന് കണ്ടെത്താൻ പോയി. അങ്ങനെ 1000 വർഷം പോയിട്ട് ഈ മൂലം കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ തിരിച്ചു വന്ന് ആ താമരയിൽ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു അശരീരിയായിട്ട് കേട്ടത്, തപസ് ചെയ്യൂ, തപസ് ചെയ്യൂന്ന്. ദിവ്യം വർഷസഹസ്രമാത്ര തപസാ തേനത്വമാരാധിത തസ്മൈ ദർശിതവാനസിസ്വനിലയം വൈകുണ്ഠമേവാത്ഭുതം. നാരായണ ഭട്ടവാദർ പറയുന്നു, വർഷസഹസ്രം തപസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സാക്ഷാൽ ആദിനാരായണമൂർത്തിയായിട്ടുള്ള മഹാവിഷ്ണുവിനെ കാണുകയുണ്ടായി. അങ്ങനെ അദ്ദേഹത്തെ കണ്ട് അദ്ദേഹം യോഗ നിദ്രയിലാണ്. അപ്പൊ വീണ്ടും ആ സൃഷ്ടിക്കായിട്ട് ഉള്ള പ്രചോദനം ഉണ്ടായി, സൃഷ്ടിക്കൂ എന്നുള്ള ഒരു നിർദ്ദേശം കിട്ടിയതനുസരിച്ച് സൃഷ്ടിക്കാനായിട്ട് തയ്യാറാവുകയാണ്. അപ്പോഴാണ് മധുകൈടവന്മാര് എന്നെ ഉപദ്രവിക്കാനായിട്ട് വരും. ദേവി മഹാത്മ്യത്തിന്റെ ആദ്യ ഭാഗത്ത് പറയുന്നതാണ് മധുകൈടവ വധമൊക്കെ. ആ മധുകൈടവന്മാരെ ഉപദ്രവിക്കാൻ വന്ന സമയത്ത് മഹാവിഷ്ണു ആണെങ്കിൽ യോഗനിദ്രയിലാണ്. എന്താ ചെയ്യേണ്ടത് അറിയാതെ കർത്തവ്യതാമൂഢനായിട്ട് ഞാൻ നിൽക്കുകയാണ്. ആ സമയത്ത് ഞാൻ നിദ്രാസ്വരൂപിണിയായിട്ടുള്ള ഭഗവതിയെ ധ്യാനിക്കാൻ, ആ ഭഗവതിയെ സ്തുതിച്ചുകൊണ്ട് നിദ്രാസ്വരൂപിണിയായിട്ട് ഭഗവതിയെ സ്തുതിച്ചു. എന്റെ സ്തുതിയില് തൃപ്തയായിട്ടുള്ള ഭഗവതി മഹാവിഷ്ണുവിന്റെ ശരീരം ഉപേക്ഷിച്ച് ആകാശത്തങ്ങനെ നിന്നു. മഹാവിഷ്ണു തന്റെ യോഗനിദ്രയിൽ നിന്നുണർന്നു മധുകൈടവന്മാരെ കാണുകയും എന്നെ ആക്രമിക്കാനായിട്ട് വരുന്ന അവരുമായിട്ട് യുദ്ധം ചെയ്ത് അവരെ രക്ഷിക്കുകയുണ്ടായി. ഇതാണ് ആദ്യം തുടങ്ങുന്ന കാര്യം സൃഷ്ടിയുടെ. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടി ഒന്ന് ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് തുടർന്നു പോവാം. ഒന്ന്, ഏത് പ്രവൃത്തിക്ക് മുൻപും ഈ യോഗനിദ്ര എന്ന് പറയുന്ന അവസ്ഥ ശരിക്കും ഒരു ഇനേർഷ്യ സ്റ്റേജ്, ഒരു ജഡാവസ്ഥയുണ്ട് നമുക്കൊക്കെ, നമ്മുടെ മനസ്സിലൊക്കെ തന്നെ. ഏത് പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുൻപുണ്ട്. ഈ ജഡാവസ്ഥ മാറണം. ജഡാവസ്ഥയിൽ നിന്നുകൊണ്ട് നമുക്ക് ഒരിക്കലും പ്രവർത്തിക്കാൻ പറ്റില്ല. ഒരു സ്റ്റാറ്റിക് എന്ന് പറയുന്ന അവസ്ഥയാണ്. ഇത് മാറി വന്നു കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് പ്രവർത്തിക്കാനായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, നമുക്ക് ഏത് പ്രവൃത്തി ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഇനേർഷ്യ സ്റ്റേജ് കിടക്കുക എന്ന് പറയുകയാണെങ്കിൽ ആരുടെ സഹായം തന്നെ വേണം, ഭഗവതിയുടെ സഹായം തന്നെ വേണം. ആ അവസ്ഥ യോഗനിദ്ര എന്ന് പറയുന്ന അതിനോട് സൂചിപ്പിക്കുകയാണ്. പ്രപഞ്ച സൃഷ്ടിയുടെ കാര്യം അങ്ങനെയാണല്ലോ. നാസതീയത്തിൽ ആദ്യം പറയുന്ന അങ്ങനെയാണ്, നോ അംഭ, സത്തില്ല അസത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, പിന്നീട് നമ്മൾ ചൈതന്യമായിട്ടുള്ള ഈ ജാഗ്രത ആയിട്ടുള്ള അവസ്ഥയിലേക്ക് വരുന്നത്. അങ്ങനെ മധുകൈടവ നിഗ്രഹം കഴിഞ്ഞ് ദേവിയെ ഞങ്ങള് സ്തുതിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് സൃഷ്ടിക്കാനായിട്ടുള്ള നിർദ്ദേശം നൽകുന്നത്. അങ്ങനെ സൃഷ്ടിക്കാനായിട്ട് ആരംഭിക്കുന്ന സമയത്ത് ഈ ഭൂമിയില്ല, മാത്രമല്ല അതിനുള്ളൊരു ശക്തിയില്ല. എന്താണ് സൃഷ്ടിക്കേണ്ടത്, എങ്ങനെയാണ് സൃഷ്ടിക്കേണ്ടത് എന്നൊന്നും അറിയാതെ നിൽക്കുകയാണ്. ആ സമയത്ത് ആണ് സാക്ഷാൽ രുദ്രനും അവിടെ എത്തുന്നുണ്ട്. ഞങ്ങൾ ഈ പ്രമൂർത്തികൾ എല്ലാവരും എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന സമയത്ത് ഒരു അത്ഭുത വിമാനം അവിടെ വരികയാണ്. ദേവി പറഞ്ഞു, ഈ വിമാനത്തിൽ കയറിക്കോളൂ. ആ വിമാനമായിട്ട് ആണ് ഞങ്ങൾ എന്തിയാണ്
ആ വിമാനം സ്വയമേവ ഞങ്ങളെയും കൊണ്ടുപോകുക. അത് പോയി കഴിഞ്ഞ് കുറെ ചെല്ലുന്ന സമയത്ത് ഒരു വലിയൊരു നഗരം കാണുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞ് ഞങ്ങൾക്ക് ആ നഗരം കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് മറ്റൊരു ദേവലോക. അവിടെ വേറൊരു ദേവേന്ദ്രൻ. അപ്പൊ അത്ഭുതത്തോടു കൂടി ആലോചിക്കാതെ, കാരണം ഇത് മറ്റൊരു ദേവലോകം, മറ്റൊരു ദേവേന്ദ്രൻ, അവിടെ മറ്റൊരു നന്ദനവനം, മറ്റൊരു സുരഭി, ഇതൊക്കെ അവിടെ ഉണ്ട്. വിമാനം അവിടെ നിർത്തിയില്ല, വീണ്ടും ഞങ്ങളെ കൊണ്ടുപോയി. അവിടുന്ന് പോന്നു കഴിഞ്ഞ് കുറച്ച് ചെന്ന് കഴിഞ്ഞിട്ടുണ്ട് വേറൊരു സത്യലോകം കാണുകയാണ്. അവിടെ മറ്റൊരു ബ്രഹ്മാവ്, വേദങ്ങളൊക്കെ മൂർത്തിമത്തുകളായിട്ട് ശരീരം എടുത്തുകൊണ്ട് അവിടെ സ്തുതിച്ചുകൊണ്ട് നിൽക്കുക. അപ്പൊ വിഷ്ണു ശിവന് ചോദിക്കുക, ഇതാരായി പുതിയ വേറൊരു ബ്രഹ്മാവ്? ബ്രഹ്മാവ് വേറെ എനിക്കറിയില്ല, മറ്റൊരു ചതുർമുഖന ഞാനും ഇപ്പോഴാണ്. വിമാനം വീണ്ടും കൊണ്ടുപോകുന്നു. ചെന്ന് കഴിയുമ്പോൾ വീണ്ടും ചെല്ലപ്പോൾ കാണുന്നത് മറ്റൊരു കൈലാസമാണ്. അവിടെ മറ്റൊരു ശിവൻ, ഗണപതിയും സുബ്രഹ്മണ്യൊക്കെ കൂടെയുള്ളതായ, പാർവതി ദേവിയോട് കൂടി നന്ദിയൊക്കെ ഉള്ളതായിട്ടുള്ള ഭൂതഗണങ്ങളൊക്കെ ഉള്ളതായ കൈലാസം. ആ വിമാനത്തിന് വീണ്ടും കൊണ്ടുപോവാണ്. വീണ്ടും ചെന്ന് കഴിയുമ്പോൾ മറ്റൊരു ക്ഷീരസാഗരം, വൈകുണ്ഠലോകം കാണുകയാണ്. അവിടെ ചെല്ലുമ്പോൾ മറ്റൊരു മഹാവിഷ്ണു ശേഷശായിയായിട്ട് രമയും ഭൂമിദേവിയൊക്കെ ആയിട്ടുള്ള, ഇങ്ങനെ അവിടെ നിന്ന് വിമാനം കൊണ്ടുപോവുകയാണ്. അത് കഴിഞ്ഞാണ് സുധാസമുദ്രത്തില് ഞങ്ങൾ എത്തുകയാണ്. അർജുനോട് പറയരുത്. അങ്ങനെ ഞങ്ങൾ കൊണ്ടുപോയിട്ട് സുധാസമുദ്രത്തിലെത്തി. അവിടെ ദേവവൃക്ഷങ്ങളൊക്കെ നിറഞ്ഞിട്ടുള്ള മണിദ്വീപത്തിനുള്ളിലെ ശിവാകാരമായിട്ടുള്ള ഒരു മഞ്ചത്തിനുള്ളിൽ ഇരിക്കുന്ന ഭഗവതിയെ ഞങ്ങൾ കണ്ടു. എന്നാൽ പിന്നെ ഈ ഭഗവതിയെ കണ്ടു വന്ദിച്ചിട്ടാകാം ഈ വിമാനത്തിൽ നിന്ന് ഇറങ്ങി ചെല്ലാം എന്ന് കരുതി ഞങ്ങള് സംശയിച്ചു. ഇനി ഞങ്ങൾക്ക് അങ്ങോട്ട് ചെല്ലാൻ കഴിയോ എന്ന് സംശയിച്ച് അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും അത്ഭുതം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇവിടുന്ന് ദ്വീപത്തില് ദേവിയുടെ സമീപത്തേക്ക് എത്തിയപ്പോഴേക്കും ഞങ്ങൾ 3 പേര് സ്ത്രീരൂപിണികളായി മാറി എന്ന് അറിയാം. അതായത് ദേവിയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞു. ദേവി ഇവരോട് ഓരോരുത്തരോടായിട്ട് അവരുടെ കൃത്യം എന്താണെന്ന് നിർദ്ദേശിക്കുകയാണ്. അവിടെ നിന്നാണ് പിന്നെ തുടങ്ങുന്നത്. ബ്രഹ്മാവിനോട് സൃഷ്ടിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. സൃഷ്ടിക്കാനായിട്ടുള്ള ശക്തി ബ്രഹ്മാവിന് ശക്തിയായിട്ട് സരസ്വതിയെ അങ്ങയുടെ കൂടെ ഉണ്ടാവും. സരസ്വതി ദേവി വാക്ശക്തിയായിട്ട് അങ്ങയുടെ കൂടെ ഉണ്ടാവും. അതുപോലെ തന്നെ രുദ്രനോട്, വിഷ്ണുവിനോട് സ്ഥിതി പരിപാലനം ചെയ്യാനായിട്ടും അതിനായിട്ട് രമ, ലക്ഷ്മി ദേവി അങ്ങയുടെ കൂടെ ശക്തി സ്വരൂപിണിയായിട്ടുണ്ടാവും. മഹാവിഷ്ണുവിനോട് ശ്രീപരമേശ്വരനോട് സംഹാരം എന്ന കർമ്മം നടത്തണം. അതിനായിട്ട് ശക്തി സ്വരൂപിണിയായിട്ട് ഉമാരൂപത്തില്, പാർവതീ രൂപത്തില് അങ്ങയുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദേവി പറയുന്ന കാര്യമാണ്, ഞാനാണ് യഥാർത്ഥത്തിൽ ഈ സൃഷ്ടിയെല്ലാം നടത്തുന്നത്. ഞാൻ തന്നെയാണ് ഈ പ്രപഞ്ചത്തിലെ നിങ്ങളുടെ ശക്തിയായിട്ട് കൂടെ നിൽക്കുന്നത്. അവിടെയാണ് ഈ ദേവി ഭാഗവതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തം പറയുന്നത്. യോസൗ സാഹം, യോസൗ ആരെയാണോ നമ്മള് പരബ്രഹ്മമായിട്ട് കാണുന്നത്, സാഹം അത് ഞാൻ തന്നെയാണ്. അഹം യോസൗ ഭേദോസ്തി മതി വിഭ്രമാത്. പരബ്രഹ്മമായിട്ടൊക്കെ ആരെയാണോ പറയുന്നത് അത് ഞാൻ തന്നെയാണ്. ഭേദോസ്തി മതി വിഭ്രമാത്. ഭേദം തോന്നുന്നത് ഓരോന്നായിട്ട് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ ഇങ്ങനെയൊക്കെ ഭേദം തോന്നുന്നത് മതി വിഭ്രമാത്, ബുദ്ധിയിലെ വിഭ്രമം കൊണ്ട് മാത്രമാണ്. അല്ലാതെ അതൊന്നും തരത്തിലും ഇല്ല. എല്ലാം തന്നെ പരമേശ്വരി ജഗദംബിയാണ്. വിഷ്ണുവിന്റെ ശക്തിയായിട്ടും അതുപോലെ തന്നെ വൈഷ്ണവി ശക്തിയായിട്ടും ശൈവി ശക്തിയായിട്ടും ബ്രാഹ്മി ശക്തിയായിട്ടും ഒക്കെ നിൽക്കുന്നത് ഞാൻ തന്നെയാണ്. ഞാൻ തന്നെയാണ് സൃഷ്ടിക്കുന്നത്, ഞാൻ തന്നെയാണ് കൃതി, ഞാൻ തന്നെയാണ് എല്ലാ തരത്തിലും പ്രപഞ്ചത്തിലുള്ള ഏത് ശക്തിയായിപ്പെട്ട അതൊക്കെ ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദേവി തന്റെ തത്വം പറയണം.
നമ്മള് പലപ്പോഴും ദേവി മഹാത്മ്യത്തിലെ ആ സ്തുതി നമുക്ക് ഓർമ്മയുണ്ടാവും. യാ ദേവി സർവഭൂതേഷു സൃഷ്ടി രൂപേണ സംസ്ഥിത. അങ്ങനെ ഓരോ രൂപത്തിൽ ഓരോ വിഭൂതികളിലൂടെ സ്തുതിക്കുന്നതൊക്കെ തന്നെ ദേവി തന്നെയാണ് എന്ന് ആണ് അങ്ങനെ പറയാം. അങ്ങനെ ആ കഥ ഉപസംഹരിക്കുന്ന സമയത്താണ് നാരദൻ വേണ്ടി ചോദിക്കുകയാണ്, ബ്രഹ്മാവോട്, നീ പറഞ്ഞതല്ല ശരിയാണ്, എങ്ങനെയാണ് അങ്ങ് ഈ സൃഷ്ടി നടത്തിയത്? അവിടെ വരുമ്പോഴാണ് ഗുണനിരൂപണത്തിലേക്ക് വരുന്നത്. എല്ലാ പുരാണങ്ങളിലും പറയുന്നുണ്ട് ഈ ഗുണങ്ങളെ പറ്റിയുള്ളത് പറയുന്നത്. പുരാണങ്ങൾ മാത്രമല്ല, ഭഗവത്ഗീതയിലുണ്ട് ഗുണത്രയ വിഭാഗയോഗം എന്ന് പറഞ്ഞൊരു അധ്യായം തന്നെ. എന്താണ് ഈ ഗുണങ്ങൾ? നമ്മളെപ്പോഴും സത്വം രജസ് തമസ് എന്നൊക്കെ ഇങ്ങനെ പറയും. യഥാർത്ഥത്തില് ചിലപ്പോ നമ്മൾ ചില ഉദാഹരണ പുരാണങ്ങളിൽ കണ്ടെത്തി പറയുമ്പോ രാവണൻ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നമ്മൾ രജോ ഗുണത്തിന്റെ മൂർത്തിവിഭാഗങ്ങളായിട്ട്, കുംഭകർണൻ അല്ലെങ്കിൽ അതുപോലെ ഉള്ള ആളുകളൊക്കെ തമോ ഗുണത്തിന്റെ ആയിട്ട് പറയും. യുധിഷ്ഠിരൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ സത്വഗുണത്തിന്റെ ആയിട്ടൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഈ ഗുണങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എല്ലാ ജീവിവർഗങ്ങളിലും 3 തരത്തിലായിട്ടുള്ള പേഴ്സണാലിറ്റി എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു എല്ലാത്തിനും ഈ തരത്തില് കാറ്റഗറൈസ് ചെയ്ത് നമുക്ക് പറയാൻ കഴിയും. ഒന്ന് പോസിറ്റീവായിട്ട് പ്രപഞ്ചത്തോട് സംവദിക്കുക എന്നുള്ള അവസ്ഥയാണ്. മറ്റൊന്ന് ക്രിയേറ്റീവായിട്ട് സംവദിക്കുക എന്നുള്ള അവസ്ഥയാണ്. വേറൊന്ന് ഒരു മൂഢാവസ്ഥ. നമുക്ക് ഈ പ്രപഞ്ചത്തോട് എല്ലാം പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് സംവദിക്കാൻ കഴിയും, പ്രപഞ്ചമായിട്ട് വ്യവഹരിക്കാൻ കഴിയും. ആ ഒരു അവസ്ഥയുള്ള ആളുകള്, ജീവികള് എല്ലാം തന്നെ സത്വഗുണം എന്ന് നമുക്ക് പറയാൻ പറ്റും. അതേപോലെ തന്നെ ചില ആളുകളുണ്ട് ക്രിയേറ്റീവായി എപ്പോഴും പ്രവർത്തനോന്മുഖമായിട്ട് നിൽക്കുന്ന ആളുകൾ, രജോ ഗുണമായിട്ടുള്ള ആളുകൾ. ചില ആളുകളുണ്ട് എല്ലാത്തിനെയും ദോഷമായിട്ട് കാണുക, അല്ലെങ്കിൽ എല്ലാത്തിനെയും ഒരു നശീകരണ പ്രവണതയോടുകൂടി കാണുന്ന ആളുകളുണ്ട്. അതാണ് ഈ തമോ ഗുണം. അത് എല്ലാത്തിനും ഉണ്ടെന്നുള്ളതാണ്. ഭഗവത്ഗീതയിലൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷണത്തിനെ വരെ പറയുന്നത് സത്വമായിട്ടുള്ള, സാത്വികമായിട്ടുള്ള, രാജസമായിട്ടുള്ള, താമസമായിട്ടുള്ള അങ്ങനെ പറയുന്നത് എന്നാണ്. അപ്പോ ബ്രഹ്മാവ് പറയാണ് ഈ ഗുണങ്ങള് ഓരോന്നും അനുസരിച്ച് ജീവികളുടെ വ്യത്യാസം വരും. ഗുണങ്ങൾ തമ്മിൽ ചേർന്ന് കഴിഞ്ഞിട്ടാണ് ഈ പ്രപഞ്ച സൃഷ്ടി ഉണ്ടാകുന്നത്. അപ്പൊ എങ്ങനെയാ ഈ ഗുണങ്ങൾ ചേരുക? അവിടെ ഒരു സംശയമുള്ളത്, ഓരോ ഗുണത്തിനും ഓരോ സ്വഭാവം. ഒന്ന് മറ്റൊന്നിനെ എതിർക്കുക. അതുപോലെ തന്നെ ചില സമയത്ത് ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ചു നിൽക്കും. അപ്പൊ ഇതെങ്ങനെയാ തമ്മിൽ യോജിക്കുക? ഈ ഗുണങ്ങളുടെ യോജിപ്പിലാണ് സൃഷ്ടി ഉണ്ടാകുന്നത്. അപ്പൊ അതെങ്ങനെയാണ് ഈ എതിർക്കുകയും യോജിക്കുകയും ചെയ്യുക എന്നുള്ളത്? ഒരു ഉദാഹരണം, വിളക്ക് കത്തിച്ചു വെക്കുന്നു. വിളക്ക് കത്തിച്ചു വെക്കുമ്പോ തിരി ഉണ്ട്. ആ തിരിക്ക് ഒരു ഗുണമാണ്, എണ്ണയ്ക്ക് വേറൊരു ഗുണമാണ്. അതിന് കത്താനായിട്ട് നിൽക്കുന്ന അഗ്നിനാളത്തിന്റെ മറ്റൊരു ഗുണം. ഈ തിരി എണ്ണയും അഗ്നിയും ചേർന്ന് നിൽക്കുമ്പോഴാണ് നല്ല രീതിയിൽ അത് ജ്വലിച്ചു നിൽക്കുക. ഇതുപോലെ സത്വരജസ് തമസ് എന്ന് പറയുന്ന 3 ഗുണങ്ങളും പരസ്പര ആശ്രയമാണ്, എന്നാൽ പരസ്പര വിരോധികളുമാണ്. അപ്പൊ ആശ്രയമാണെന്ന് എങ്ങനെ വിരോധികളാവുക? അവിടെയാണ് പറയുന്നത് ഓരോ ജീവിവർഗത്തിലും ഇതിന്റെ ഏറ്റക്കുറച്ചിൽ വരും. ചില ജീവികളുടെ സത്വഗുണത്തിന് അധികം ഉണ്ടാവും. എന്ന് വെച്ചാൽ അവിടെ രജോ ഗുണോ തമോ ഗുണോ ഇല്ലാന്നല്ല, സത്വഗുണം ഉയർന്നു വന്ന് രജോ ഗുണത്തെ തമോ ഗുണത്തെ ഒന്ന് താഴ്ത്തി ആയിരിക്കുന്നത്. ചില ജീവികളില് രജോ ഗുണം ഉയർന്നു നിൽക്കും, സത്വഗുണവും തമോ ഗുണം താഴ്ത്തും. മറ്റു ചിലയിൽ തമോ ഗുണത്തിനായിരിക്കും കൂടുതൽ പ്രാധാന്യം. ഏതിനാണോ പ്രാധാന്യം അതിനനുസരിച്ചുള്ള ഒരു അഹങ്കാരാത്മകമായ ബുദ്ധി നമുക്കുണ്ടാകും. ഈ ഗുണത്തോട് ചേർന്ന അഹങ്കാരാത്മകമായിട്ടുള്ള ഒരു ബുദ്ധിയുണ്ട് നമുക്ക്. സാത്വിക അഹങ്കാരമുള്ള ആളുകളിലാണെങ്കിൽ ആ സാത്വികമായിട്ടുള്ള രീതിയിൽ വരും.
അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഗുണങ്ങളെ അനുസരിച്ച് എന്ത് ചെയ്യും, സൂക്ഷ്മമായിട്ടുള്ള തന്മാത്രകൾ രൂപങ്ങളുണ്ട്. അപ്പൊ എന്ത് ചെയ്യും, സൂക്ഷ്മമായിട്ടുള്ള സാത്വികാഹങ്കാരത്തിൽ ഇത് നമ്മുടെ ഈ പഞ്ചഭൂതങ്ങളുടെയൊക്കെ തന്നെ സൂക്ഷ്മമായിട്ടുള്ള തന്മാത്രകള് രൂപം കൊള്ളും. രാജസാഹങ്കാരത്തിൽ ഇത് ഇന്ദ്രിയങ്ങളുടെ സൂക്ഷ്മ രൂപങ്ങൾ ഉണ്ടാവും. താമസാഹങ്കാരത്തിൽ ഇത് മനസ്സ് ഇതൊക്കെ ഉണ്ടാകും. ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞാലോ, ഇതുണ്ടായി കഴിഞ്ഞാൽ ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞാലല്ലേ ശരീരമാവുള്ളൂ. തന്മാത്രകൾ, സൂക്ഷ്മ തന്മാത്രകളും അത് കഴിഞ്ഞ് ഇത് സൂക്ഷ്മ തന്മാത്രകൾ ചേർന്ന് സ്ഥൂലമാകണം. അതുപോലെ കർമ്മേന്ദ്രിയ ഇന്ദ്രിയങ്ങളുടെ സൂക്ഷ്മ രൂപത്തിൽ ഉണ്ടാവുമല്ലോ, അത് സ്ഥൂല രൂപത്തിലായാലേ പറ്റുള്ളൂ. അപ്പൊ ഇതെങ്ങനെയാണ് യോജിക്കുക എന്നാണെങ്കിൽ അവിടെയാണ് വേദാന്തത്തിൽ പറയുന്ന ഒരു കാര്യം പഞ്ചീകരണം എന്ന് പറയുന്ന സൃഷ്ടിയുടെ ഒരു പ്രധാന ഭാഗമാണ്. ഇവ തമ്മില് ഈ തന്മാത്ര രൂപത്തെ ഗുണങ്ങളിൽ നിന്ന് അഹങ്കാരത്തോടു കൂടി ചേർന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന സൂക്ഷ്മ തന്മാത്രകള് തമ്മിൽ യോജിക്കും. അത് തമ്മിൽ യോജിക്കുന്നപ്പോ അതിന്റെ ഒരു പ്രക്രിയ പറയുന്നത് ജലത്തിന് ഒരു തന്മാത്ര ഉണ്ടെന്ന് എഴുതുക. ആ ജലത്തിന്റെ തന്മാത്ര പകുതി ഉണ്ടാവും. ബാക്കിയുള്ള പകുതിയില് ഒന്നിൽ നാലിലൊന്ന് വെച്ച് മറ്റുള്ള 4 അങ്ങനെ പൂർണ്ണം. അഗ്നിയുടെ ആണെങ്കിൽ പകുതി ഭാഗം അഗ്നി, ബാക്കി 4-1 വെച്ച് മറ്റുള്ള തന്മാത്രകൾ വരും. ഇങ്ങനെ ചേർന്ന് എല്ലാത്തിലും ഏതെങ്കിലും ഒന്ന് കൂടുതലായിട്ട് വരും. അപ്പൊ ഏതാണ് കൂടുതൽ വെച്ചാൽ അതനുസരിച്ചാവും ആ ദ്രവ്യം ഉണ്ടാകും. അപ്പൊ അഗ്നി ദ്രവ്യമാണ് ഭൂമിയിൽ സൃഷ്ടിക്കപ്പെടുന്നത്. അതില് അഗ്നിയുടെ ഇതായിരിക്കും, അതിന്റെ തന്മാത്രകൾ വരുന്നത് ആണെങ്കിൽ അഗ്നിയുടെ അംശം കൂടും. ഇങ്ങനെ ഓരോ ഗുണങ്ങള് അനുസരിച്ച് ഓരോ തന്മാത്രകള് സാത്വിക അഹങ്കാരത്തിൽ നിന്നും രാജസാഹങ്കാരത്തിൽ നിന്നും ഉത്പന്നമായി കഴിഞ്ഞിട്ടാണ് ഈ പ്രപഞ്ച സൃഷ്ടി ഉണ്ടാകുന്നത് എന്ന്. അപ്പോ വീണ്ടും ഒരു സംശയം വരികയാണ്, ഇതിൽ നിന്ന് പിന്നെ എങ്ങനെയാണ് ഈ സ്ഥൂലമായിട്ടുള്ള പ്രപഞ്ചത്തെ ഉണ്ടാകുന്നത് എന്ന് ചോദിക്കുകയാണ്. ഈ സ്ഥൂലമായ പ്രപഞ്ചം ഇങ്ങനെയുള്ള ഓരോ ജീവിവർഗങ്ങളെയും പിന്നീട് എന്താണ് ബ്രഹ്മാവിന്റെ സൃഷ്ടി അനുസരിച്ച് ഓരോന്നായി ബ്രഹ്മാവ് സൃഷ്ടിക്കുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഇത്രയും പറയുമ്പോൾ ഒരു സംശയം, ഇതിനൊക്കെ ഈ ശക്തി എങ്ങനെയാ ഉണ്ടാകുക എന്നുള്ളത് ചോദ്യമുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, ഈ അശക്തരായിട്ട് നിൽക്കുന്ന ആളുകൾ ദേവി ഭാഗവത്തിൽ മറ്റൊരു ഭാഗത്ത് പറയുന്ന അശക്തരായ ഹരിഹരന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ ഇവര് തമ്മില് തർക്കമായി, ഞങ്ങളുടെ ശക്തി ആരാണ് കഴിവ് കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ കൂടെ നിന്ന ശക്തികളൊക്കെ ഒന്ന് അവർ പിന്മാറി. അവരാ പിന്മാറിയതോടുകൂടി അശക്തന്മാരായി തീർന്നു ഈ ത്രിമൂർത്തികളൊക്കെ തന്നെ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്, ഒരു വ്യാഖ്യാനമുണ്ട്. അപ്പൊ ഈ ശക്തിയെ ആയിട്ട് ഈ സൃഷ്ടിക്കും ഇതിന്റെ പാലനത്തിനും അതുപോലെ സംഹാരത്തിനൊക്കെ തന്നെ നിൽക്കുന്നത് അതിപരാശക്തിയായിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ആദിപരാശക്തിയുടെ ഒരു എന്താ പറയാ, ആ പരാശക്തിയുടെ കഴിവ് ഒന്ന് മാത്രമാണ്. ആ പരാശക്തിയുടെ നിർദ്ദേശം അല്ലെങ്കിൽ ആ പരാശക്തിയുടെ പ്രവർത്തനമാണ് ഈ തരത്തിലെല്ലാം ഇവിടെ പ്രപഞ്ചത്തിന്റെ എല്ലാം എന്ന് പറയണം. അപ്പോ വീണ്ടും ഒരു സംശയം ഉണ്ടാകുകയാണ്, എങ്കിൽ എങ്ങനെയാണ് ഈ ബോധം വേറെയായിട്ട് നിൽക്കുന്നത്? അതിനാണ് മറുപടി പറയുന്നത്. എന്താണ് ദ്വൈതബുദ്ധി എന്ന് പറയുന്നത്? മതിവിഭ്രമാറ്. നമുക്ക് നമ്മുടെ ബുദ്ധിയുടെ വിഭ്രമം കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ബുദ്ധി ഏകമായിട്ടുള്ള ബുദ്ധി അല്ലാതെ പലതാണ് ശരി എന്നുള്ള ബുദ്ധിയിലൂടെ നിൽക്കും. അതെങ്ങനെയാ പലതായിട്ട് തോന്നുന്നു? ഒന്നായത് ഇന്നേഹ രണ്ടെന്ന് കണ്ടളവിൽ. കാരണം നമ്മൾ ജീവിക്കുന്ന അവസ്ഥയിൽ കാണുന്ന എല്ലാം സത്യമായിട്ട് തോന്നുന്ന മാനവും വ്യാപാരമാണ് നമുക്കുള്ളത്. അപ്പൊ ഇത് എല്ലാം ദേവിയാണ് എന്ന് പറയുമ്പോൾ ആ തത്വത്തെ എങ്ങനെ അറിയും? നിർഗുണമായിട്ടുള്ള ഒന്ന് എന്നുള്ളത് ചോദിക്കുക. നിർഗുണമായ ഒരു തത്വത്തെ എങ്ങനെയാണ് അറിയാം എന്ന് ചോദിക്കും. അപ്പോ ബ്രഹ്മാവ് പറയാണ്, നാരദ, ആ നിർഗുണമായ തത്വത്തെ
ആർക്കും അറിയാൻ കഴിയില്ല. നിർഗുണമായിട്ടുള്ള ദേവിയുടെ സ്വരൂപം നിർഗുണ സ്വരൂപമാണ്. അതിന് തിരിച്ചറിയാനായിട്ട് ആർക്കും കഴിയില്ല. അത് അനുഭവ ഏകവേദ്യമാണ്. അതിനെ വർണ്ണിക്കാൻ കഴിയില്ല. കാരണം നിർഗുണത്തെ വർണ്ണിക്കാനായിട്ട് പുറപ്പെടുമ്പോൾ അവിടെ വാക്കും മനസ്സും എല്ലാം പിന്മടങ്ങും. തത്ര വാഗ്ഗച്ഛതി, വാക്ക് അവിടെ എത്തില്ല. മനോ, മനസ്സെത്തില്ല. അങ്ങനെയുള്ള ആ നിർഗുണത്തെ കഴിയില്ല. അതുകൊണ്ട് സഗുണം ഉപാസിത എന്ന് പറയും. സഗുണസ്വരൂപിയായിട്ട് ഉപാസിക്കുക. ആചാര്യസ്വാമികള് പറയുന്ന ഒരു വാചകം നമ്മൾ ഓർക്കേണ്ടതാണ്. ശ്രീശങ്കര ജയന്തി കൂടിയാണ്. നിർവിശേഷം പരം ബ്രഹ്മ സാക്ഷാത്കർത്തുമനീശ്വര യേ മന്ദാ തേ അനുകമ്പ്യന്തേ സവിശേഷ നിരൂപണൈ. നിർവിശേഷമായിട്ടുള്ള പരം ബ്രഹ്മ, നിർഗുണവും നിരാകാരവും വിശേഷരഹിതവുമായിട്ടുള്ള പരബ്രഹ്മത്തെ, ഭഗവതിയെ സാക്ഷാത്കർത്തുമനീശ്വര, സാക്ഷാത്കരിക്കാൻ കഴിയാത്തവരായിട്ടുള്ള ആളുകളെ യേ മന്ദാഹ തേ അനുകമ്പ്യന്തേ, മന്ദബുദ്ധികളായിട്ടുള്ള ആളുകൾക്ക് ശ്രുതി വേദം തന്നെ അനുകമ്പ്യന്റെ അനുകമ്പയോടുകൂടി നൽകിയിരിക്കുകയാണ്. സവിശേഷ നിരൂപണ, സവിശേഷ നിരൂപണ വിശേഷത്തോടുകൂടി. അപ്പൊ എന്തിനാണ് ഇത്തരത്തിലുള്ള കഥകളും ഉപാഖ്യാനങ്ങളും എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും കൂടിയാണ് ഇവിടെ പറയുന്നത്. സഗുണം ഉപാസീത എന്ന് പറയുമ്പോൾ സവിശേഷമായി സാകാരമായും ദേവിയെ ഉപാസിക്കുന്നത് വഴി നമുക്ക് ശുദ്ധി ഉണ്ടാവും. ചിത്തശുദ്ധി ഉണ്ടായാലോ അവിടെയാണ് സത്വ ബുദ്ധി ഉണ്ടാവും, സാത്വിക ഗുണവും ഉയർന്നു വരിക. അപ്പൊ മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം കൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ്. സത്വം പ്രകാശയിതവ്യം. എന്തിനാണ് ഇതൊക്കെ? നമ്മൾ എന്തിനാണ് ഈ ശ്രവണം, എന്തിനാണ് ഈ മനനം, എന്തിനാണ് നിധ്യാസനം, എന്തിനാണ് പുരാണ കഥകൾ എന്നൊക്കെ ചോദിച്ചാൽ അതിനുള്ള ഒരു മറുപടി, എല്ലാ ജീവികളുടെയും ലക്ഷ്യം മോക്ഷമാണ്. മോക്ഷം കിട്ടണമെങ്കിൽ ജ്ഞാനം ഉണ്ടാകണം. ജ്ഞാനം ഉണ്ടാകണമെങ്കിൽ സത്വഗുണം വേണം. സത്വ സംജായതേ ജ്ഞാനം. സത്വഗുണത്തിലാണ് ജ്ഞാനം ഉദിക്കുക. അപ്പൊ സത്വം പ്രകാശയിതവ്യം. നമ്മളുടെ ഉള്ളിലൊക്കെ സത്വഗുണമുണ്ട്. ആ സത്വഗുണത്തെ പ്രകാശിപ്പിക്കണം. അത് കൂടുതൽ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരണം. മാത്രമല്ല നമ്മളുടെ ഉള്ളിലൊക്കെ തന്നെ എന്തുണ്ട്? രജോ ഗുണമുണ്ട്. നിയന്തവ്യം രജസ്സത. ദേവി പറയുന്നതാണ്. നിയന്തവ്യം രജസ്സത. രജോ ഗുണം, രാഗങ്ങള്, അതിനൊക്കെ തന്നെ എന്ത് ചെയ്യണം? നിയന്ത്രവ്യം, നമ്മൾ നിയന്ത്രിക്കണം. സത്വഗുണത്തെ നമ്മൾ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കണം. രജോ ഗുണത്തെ, രാഗദ്വേഷ കാമക്രോധ ലോകമോഹാദികളായിട്ടുള്ളതല്ലാതെ തന്നെ നിയന്ത്രിക്കാനായിട്ട് ശീലിക്കണം. സംഹർത്തവ്യം തമകാമം. തമോ ഗുണമുണ്ട്. ക്രോധാദികളായിട്ടുള്ള വിദ്വേഷം തുടങ്ങിയുള്ള ആലസ്യം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള തമോ ഗുണങ്ങൾ നമ്മളുടെ അതെന്ത് ചെയ്യണം? സംഹർത്തവ്യം. അതിനെയൊക്കെ സംഹരിക്കണം, ഇല്ലാതെ ആക്കണം. അപ്പൊ ഒന്നിനെ കൂടുതൽ പ്രകാശിപ്പിക്കണം, മറ്റൊന്നിനെ നിയന്ത്രിക്കണം, മൂന്നാമതൊന്നിനെ ഇല്ലാതെ തന്നെ ആക്കണം. എന്തിന്? ജനേന ശുഭമിച്ഛത. ദേവി ഭാഗവത് പറയുന്നതാണ്. ശുഭമിച്ഛത, ശുഭം ആഗ്രഹിക്കുന്ന ആളുകള് എന്ത് ചെയ്യണം? ഇതിനെ മൂന്നിനെയും നമ്മള് സത്വത്തെ പ്രകാശിപ്പിക്കണം, രജോ ഗുണത്തെ നിയന്ത്രിക്കണം, തമോ ഗുണത്തെ ഇല്ലാതെയാക്കണം, സംഹരിക്കണം എന്നുള്ള നിലയില് പറയാണ്. അപ്പോ ഇത്തരത്തില് ഈ ദേവി ഭാഗവതം നമ്മളോട് പറയുന്നത് നമ്മളുടെ ജീവിതം കൂടുതൽ ശുഭമാകണമെങ്കിൽ, ദേവിയെ മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? അതിനായിട്ടുള്ളത് ഏക വഴി നമ്മളിലുള്ള സത്വഗുണത്തെ ഏറ്റവും കൂടുതൽ പ്രകാശിപ്പിക്കുക എന്നുള്ളത്. ഈ സത്വഗുണത്തെ പ്രകാശിപ്പിക്കാനാണ് എന്തെല്ലാം പുരാണങ്ങൾ കേൾക്കുന്നത്. പുരാണങ്ങളുടെ ലക്ഷ്യം തന്നെ എന്താണ്? പുരാണങ്ങളുടെ ഇതിഹാസം, പുരാണാഭ്യാം വേദം സമുപബ്രൂഹയെന്നാണ്. ഇതിഹാസം കൊണ്ട്, പുരാണങ്ങൾ കൊണ്ടും വേദത്തിന്റെ പറഞ്ഞിട്ടുള്ളതായ തത്വത്തെ ഉപബൃംഹണം ചെയ്യണം. വേദത്തിൽ പറഞ്ഞിട്ടുള്ളതായ തത്വത്തെ കൂടുതൽ വിശദമാക്കാനാണ് ഇതിഹാസ പുരാണങ്ങൾ. അപ്പൊ പുരാണങ്ങളിലൂടെയൊക്കെ തന്നെ ഈ കഥാപ്രവണങ്ങളിലൂടെ നമ്മളിലുള്ള ഈ ഗുണങ്ങളെ ഉയർത്തിക്കൊണ്ടുവരിക. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഗുണനിരൂപണം. ഈ ഗുണങ്ങളെല്ലാം ചേർന്നതാണ് ഈ പ്രപഞ്ചം. അങ്ങനെ സൃഷ്ടിയെ നിരൂപണം ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ചോദിക്കുന്നത്,
മറ്റൊരു കാര്യമാണ്. അങ്ങനെയൊക്കെ ശരിയാണ്. ഇതല്ലാതെ വേറെ ഏതെങ്കിലും വഴിയിലൂടെ ഉണ്ടോ, എന്തെങ്കിലും വരുമോ പറയാണ്. ചില സുകൃതികളായിട്ടുള്ള ആളുകൾക്ക് ദേവിയുടെ അനുഗ്രഹം കൊണ്ട് തന്നെ സത്വഗുണം വർദ്ധിച്ചു വന്നിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതെങ്ങനെയാണ് എന്ന് ചോദിക്കുന്നതാണ് പറയുന്നത്. സത്യവ്രതൻ എന്ന് പറഞ്ഞ ഒരു രാജകുമാരന്റെ കഥ പറയുന്നത്. അത് 11ാമത്തെ അധ്യായത്തിലാണ്. എന്നാലും അതിനൊന്ന് ചുരുക്കി പറയണം. അടുത്ത ദിവസം അത് വിശദമായിട്ട് പറയും. സത്യവ്രതൻ ദേവിയുടെ കാമരാജ ബീജമന്ത്രത്തിന്റെ അക്ഷരമായിട്ടുള്ള ഐ എന്നുള്ള അക്ഷരം ഉച്ചരിക്കാൻ ഇടവന്നു. അതോടുകൂടി അദ്ദേഹം ഏറ്റവും ഒരു വലിയൊരു പണ്ഡിതനായി മാറി. ഏറ്റവും വലിയ മൂർഖനായിട്ട് എല്ലാവരാലും പരിഹസിക്കപ്പെട്ടിരുന്ന അദ്ദേഹം പണ്ഡിതനായി മാറി. എന്നിട്ട് അദ്ദേഹം പദ്യത്തിൽ തന്നെ മറുപടി യാ പശ്യതി നസാബ്രൂതേ യാ ബ്രൂതേ സാന പശ്യതി എന്ന് ചൊല്ലി എന്നായിട്ട് പറയുന്നുണ്ട്. അപ്പോ ദേവിയുടെ കരുണാകടാക്ഷം പതിക്കുമ്പോൾ ഏതൊരു വ്യക്തിക്കും ആ സുഹൃതങ്ങള് പരിഭാഗമാകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കരുണാകടാക്ഷത്തിന് പാത്രീഭവിച്ച് അവര് ഇതുപോലെ സത്വഗുണത്തെ അവരിൽ ഉയർന്നു വരികയും അവര് സത്വഗുണ കൊണ്ട് സിദ്ധന്മാരായി മാറുകയും മറ്റൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോ ഇവിടെ പറയാൻ സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, നമുക്ക് കഴിയാത്ത ചില കാര്യങ്ങളുണ്ട്. നിർഗുണോപാസന നേരത്തെ പറഞ്ഞല്ലോ. ഈ നിർഗുണോപാസനയ്ക്ക് വേണ്ടി സമയം കളയാനല്ല, അതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടല്ല പുരാണങ്ങൾ പോകുന്നത്. വേദം അങ്ങനെയല്ല. വേദത്തില് ഉപനിഷത്തിലൊക്കെ നോക്കിയാൽ നിർഗുണമായിട്ടുള്ള തത്വത്തെ കുറിച്ച് പറയുന്നു. പക്ഷെ അത് നമുക്കറിയാം വളരെ ക്ലേശമാണ്, വളരെ ക്ലേശകരമായിട്ടുള്ളതാണ്. വേദത്തിൽ പറയുന്ന ആ നിർഗുണമായിട്ടുള്ള പരബ്രഹ്മത്തെ മനസ്സിലാക്കിയ സാക്ഷാത്കരിക്കുക. അത്യായാസകരാണി കർമ്മപടലാന്യ ആചാര്യ വിര്യർമലേ ബോധേ ഭക്തിവധേതവാപ്യുചിതമയാന്തീ എന്ന് പറയുന്നത് എല്ലാ കർമ്മങ്ങളായിക്കോട്ടെ ഒക്കെ തന്നെ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. എന്നാൽ ഏറ്റവും സുഖമായിട്ട് കഴിയുന്ന കാര്യം എന്താ? ഭക്തിയാണ്. ഭക്തിയാണ്. അപ്പോഴാണ് ദേവി പറയുന്നത് ഭക്തിക്ക് എന്താ വേണ്ടത്? ഭക്തി വേണ്ടത് മനസ്സിന് വേണ്ട വിശ്വാസമാണ്. ദൃഢമായിട്ടുള്ള വിശ്വാസമാണ് വേണ്ടത്. എങ്ങനെ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഭക്തിക്ക് വേണ്ടത് ദൃഢമായിട്ടാ ഗുരു ഉക്ത വേദവാക്യേഷു ദൃഢമായ ബുദ്ധി. ഗുരു പറഞ്ഞു തരുന്ന വാക്യങ്ങളില് നമ്മൾ എന്ത് ചെയ്യണം? ദൃഢമായിട്ട് മനസ്സർപ്പിച്ച് നിൽക്കാൻ കഴിയാം എന്നുള്ളത്. അപ്പോ അത്തരത്തില് എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ മനസ്സിനെ ദൃഢമാക്കി നിർത്തിക്കൊണ്ട് വേണം ഈ പുരാണത്തെ സമീപിക്കാൻ. സാധാരണ പറയാറുണ്ട് ഇപ്പോ ഭാഗവതം രാമായണം ഇതൊക്കെ പറയുന്ന സമയത്ത് ഭക്ത്യാ ഭാഗവതം ജ്ഞേയം ഭക്ത്യാ യുക്ത്യാച ഭാരതം ഭക്ത്യാ യുക്ത്യാ വിഭക്ത്യാച ജ്ഞേയം രാമായണീയും കഥ. ഭാഗവതം മനസ്സിലാക്കുമ്പോൾ ഭക്തിക്കാ പ്രാധാന്യം. പുരാണങ്ങൾക്കൊക്കെ പൊതുവെ അങ്ങനെയാണ്. ഭക്ത്യാ ഭാഗവതം ജ്ഞേയം ഭക്തിക്കാണ് പ്രാധാന്യം. ഭക്ത്യാ യുക്ത്യാച ഭാരതം. ഭാരതം തുടങ്ങിയിട്ടുള്ള ഇതിഹാസങ്ങളെ നമ്മൾ സമീപിക്കുന്ന സമയത്ത് ഭക്തി യുക്തി വേണം. യുക്തി കൂടി ചിന്തിച്ചാൽ ഭക്ത്യാ യുക്ത്യാ വിഭക്ത്യാച ജ്ഞേയം രാമായണീ കഥ. രാമായണം തുടങ്ങിയിട്ടുള്ള ഭാരതം രാമായണത്തിന്റെ അടുത്ത് വരുമ്പോ ഭക്തി വേണം, യുക്തി വേണം, വിഭക്തി വേണം. വിഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഷാപരമായിട്ടുള്ള കാര്യം മാത്രമല്ല, വിശേഷേണ ഭക്തി പ്രപത്തി എന്ന് പറയും. അതുകൂടി ചേർന്നാലേ ആക്കുള്ളൂ എന്ന് പറയും. അപ്പോ പുരാണ പഠനത്തില് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പുരാണത്തിനെ സമീപിക്കുമ്പോൾ അമ്മയെ സമീപിക്കുന്ന സമയത്ത് വേണ്ടത് ഭക്തിയാ. ആ ഭക്തി എപ്പോഴും ഓർക്കണം, ഭക്തിയോടുകൂടി തന്നെ സമീപിക്കണം. അങ്ങനെ ആ സമീപനമാണ് എപ്പോഴും നമ്മളെ ഏറ്റവും മുന്നിലേക്ക്, നമ്മൾ ശ്രേയസിലേക്ക് നയിക്കുക. ഇത്രയാണ് ഞാൻ
പറയാനായിട്ട് ആഗ്രഹിച്ചത്. ഈ മറ്റ് സമയവും മറ്റു കാര്യക്രമങ്ങളും ഉള്ളതായിട്ട് എനിക്ക് അറിയിച്ചിരുന്നു. അതുകൊണ്ട് ചുരുക്കമാണ്. എല്ലാം ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് തന്നെ ഭാഗ്യമാണ്. ഇതിന്റെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ പുരാണമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രഭാഷണത്തിലിരിക്കുന്ന എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണ. സമയം കൂടുതലായോ? ഇല്ല, സമയം ഇനിയുണ്ട് സത്യത്തില്. കുറച്ച് ചുരുക്കി പോയി മറ്റൊരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ശരി, ഓക്കെ. ഗംഭീരമായ ഇന്നത്തെ പ്രഭാഷണത്തിന് വളരെയധികം നന്ദി ശങ്കരനാരായൺ സർ. ഔപചാരികമായ നന്ദി പ്രഭാഷണത്തിനായിട്ട് അഖില കേരള തന്ത്രി സമാജം ഉത്തരമേഖലയുടെ സെക്രട്ടറിയും പൂജാപഠനം പരിപാടികളുടെ നെടുന്തൂണുമായ നമ്മുടെ എടക്കഴിപ്പുറം ശ്രീരാമൻ നമ്പൂതിരെ വേദിയിലേക്ക് സാധനം ക്ഷണിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോട്ടെ. എന്തെങ്കിലും സംശയങ്ങളോ ഒരു ഇന്ററാക്ട് ചെയ്യാൻ എന്തെങ്കിലും ചോദിച്ചാൽ പറയും. സമയമുണ്ട്. അപ്പൊ എന്തെങ്കിലും അത് പറയാനുണ്ടെങ്കിൽ ആണോ നോക്കാം. എന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ? ആരെങ്കിലും? ഒരു കാര്യം കൂടി എനിക്ക് തോന്നുന്നു, പറയാനായിട്ട് തോന്നിയൊരു കാര്യം, ഈ നമ്മള് പുരാണങ്ങളിലൊക്കെ നോക്കിയപ്പോ യോഗവാസിഷ്ഠത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ കാകഭൂസുണ്ട് എന്ന് പറഞ്ഞ ഒരു കാക്കയെ കുറിച്ച് പറയുന്നത്. അതൊരു ചോദ്യം വരികയാണ്. ലോകത്തെ ഏറ്റവും പ്രായം ചെന്നത് ആരാന്ന് ചോദിച്ചു കഴിയുമ്പോ ആരൊക്കെ പറയും, ചിരഞ്ജീവിയായിട്ടുള്ള മാർക്കേണ്ടി അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോ വസിഷ്ഠൻ പറയുന്ന അതൊന്നല്ല, ഹിമാന്റെ ശൃംഗത്തില് ഇരിക്കുന്ന ഒരു കാകഭൂസുണ്ട് എന്ന് പറഞ്ഞൊരു കാക്കയുണ്ട്. ഈ കാക്കയാണ് ഏറ്റവും പ്രായമുള്ളത് എന്ന് പറയും. എന്നാ പിന്നെ അതിനൊന്ന് കണ്ടു ചോദിക്കാന്ന് പറഞ്ഞ് കുറച്ച് മുനിമാര് കൂടി പോയി ചോദിക്കുന്ന ഒരു ഇതുണ്ട്. അപ്പോ കാകഭൂഷണനോട് ചോദിച്ചു കഴിയുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടികൾ വളരെ രസമാണ്. ഞാൻ ദശാവതാരങ്ങൾ, വിഷ്ണുവിന്റെ തന്നെ ദശാവതാരങ്ങള് 1000 തവണ കണ്ടിട്ടുണ്ട്, എത്രയോ മന്വന്തരങ്ങൾ കണ്ടിട്ടുണ്ട്, അതുപോലെ ബ്രഹ്മാവിന്റെ സൃഷ്ടി കണ്ടിട്ടുണ്ട്, ബ്രഹ്മാവിന്റെ വിനാശങ്ങൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ അദ്ദേഹം പറയുന്ന ഒരു വലിയൊരു വർണ്ണനയുണ്ട്. അതിന് സമാനമാണ് ഈ ദേവിയുടെ ആ വിമാനയാത്ര കൊണ്ട് സൂചിപ്പിക്കുന്നത്. കാരണം ഇത് നമ്മളൊക്കെ കാണുന്ന നമ്മളുടെയൊക്കെ സങ്കല്പത്തിൽ ഒരു ബ്രഹ്മാണ്ടം എന്ന് കരുതുന്നതല്ല, അനേക കോടി ബ്രഹ്മാണ്ടങ്ങളുണ്ട്. വിഷ്ണു അവിടെയൊക്കെ വേറെ വിഷ്ണു, അതുപോലെ ബ്രഹ്മ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാം നിറഞ്ഞു നിൽക്കുന്നതാണ്, അനിർവചനീയമായിട്ടുള്ളതാണ് എന്ന് പറയുന്ന ആ ഒരു സങ്കല്പം ശരിക്കും അങ്ങനെയാണ്. പ്രപഞ്ചത്തിനിപ്പോ മോഡേൺ സിദ്ധാന്തം അങ്ങനെ തന്നെയാ പറയുന്നത്. ഈ ഗസ്റ്റാർട്ട് സൈക്കോളജി എന്നൊക്കെ പറയുന്നതിൽ പറയാം, ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഞാൻ കാണുന്ന ഒരു പ്രപഞ്ചം ഒന്ന് വേറെയാണ്, അതല്ല ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും കാണുന്ന പ്രപഞ്ചങ്ങൾ. ഇങ്ങനെ അനേകം കോടി പ്രപഞ്ചങ്ങള് നമ്മൾ തന്നെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വ്യത്യസ്തങ്ങളായിട്ട്. അവിടെയൊക്കെ ഓരോ ദേവന്മാരും ദേവരാസുരന്മാരുമായിട്ട് നിൽക്കുന്നു എന്നുള്ളൊരു ഇത് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഈ പുരാണങ്ങളിലൊക്കെ ഇങ്ങനെ കാണാം, എവിടെ ചെന്ന് കഴിഞ്ഞാലും ഒരു ബ്രഹ്മാവിനെയോ ഒരു വിഷ്ണുവിനെയോ ആയിട്ടില്ല, പലപ്പോഴും പല തരത്തില് പല കാലങ്ങളിലായിട്ട് പല യുഗങ്ങളിലായിട്ട് പല മന്യന്തരങ്ങളായിട്ട് ഇങ്ങനെ കാണുമ്പോൾ തോന്നിയിട്ടുള്ളത്. ഇതൊക്കെ നമ്മുടെ മനക്കൽപ്പിതമാണ്. ശരിക്കും മനസ്സുകൊണ്ട് നമ്മൾ ഈ പ്രപഞ്ചമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അവിടെ തന്നെ അപ്പൊ എത്ര കോടി ജീവജാലങ്ങളുണ്ടോ അവരുടെയൊക്കെ വീക്ഷണങ്ങളിലൂടെ എന്തുണ്ട് ഈ പ്രപഞ്ചങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്, സ്ഥിതി ചെയ്യുന്നുണ്ട്, അതൊക്കെ സംഹരിക്കപ്പെടുന്നുണ്ട്. ഇതിങ്ങനെ ക്ഷണേന നടന്നുകൊണ്ട് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തും പ്രപഞ്ച സൃഷ്ടി സ്ഥിതി രചനകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്രമാത്രം വിചിത്രമാണ്. ഈ ശങ്കരാചാര്യ ബ്രഹ്മസൂത്ര ഭാഷ്യത്തിൽ പറയുന്നുണ്ട്, അസ്യ ജഗതഃ നാമരൂപാഭ്യാം വ്യാകൃതസ്യ, നാമരൂപം ഇങ്ങനെയുള്ള പേരിൽ അറിയപ്പെടുന്ന അനേക വിചിത്ര രചനാ വൈചിത്രസ്യ, പലതരത്തിലുള്ള രചനാ വൈചിത്ര്യമായിട്ടുള്ള
ഉൽപ്പത്തി, സ്ഥിതി, യസ്മാത്, എന്തിൽ നിന്നാണോ തത് ബ്രഹ്മ എന്ന് പറഞ്ഞ ബ്രഹ്മത്തെ ലക്ഷണം പറയും. അപ്പൊ ഇതാണ് ശരിക്കും പ്രപഞ്ച സത്യം. ഒന്നല്ല, പലതാണ്. പക്ഷെ ആ പലതെല്ലാം ഒന്നുമാണ്. ഈ തിരിച്ചറിവാണ് വേണ്ടതെന്നാണ് തോന്നിയിട്ടുള്ളത്. അത് ഈ ആ വിമാനയാത്ര പറഞ്ഞപ്പോ ഒന്ന് സൂചിപ്പിക്കുന്നു. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തായാലും വളരെ സന്തോഷം. ശങ്കരനാരായണ സാറ് വളരെ ഭംഗിയായി തന്നെ, വളരെ ദൃഢനിശ്ചയത്തോടുകൂടി ഭക്തിമാർഗം സ്വീകരിച്ച് പ്രപഞ്ചത്തിലെ മുഴുവനും നമ്മളിലൊക്കെ ഉള്ള സത്വരജ തമോ ഗുണങ്ങളിൽ സത്വഗുണത്തെ എങ്ങനെ പ്രോജ്വലിപ്പിക്കണം, വേദ സിദ്ധാന്തങ്ങളും വേദതത്വങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ലളിതമായ രീതിയിൽ ഇതിഹാസ പുരാണങ്ങൾ ശ്രവിച്ചും മനനം ചെയ്തും നമ്മുടെ ജീവിതം എങ്ങനെ ഐശ്വര്യപൂർണമാക്കാം എന്ന് വളരെ ലളിതമായും ഭംഗിയായും തന്നെ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ നമുക്ക് വേണ്ടി അറിവ് പകർന്നു തന്നതിൽ അഖില കേരള തന്ത്രസമാജം ഉത്തരമേഖലാ ഘടകത്തിന്റെ പേരിലും പൂജാപഠനം പഠിതാക്കളുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിൽ നാളെ ജോസ്നയാണ്, ഡോക്ടർ ജോസ്ന നാളെ 2 അധ്യായമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഒട്ടനവധി പണ്ഡിത ശ്രേഷ്ഠന്മാർ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളിൽ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നമുക്ക് അറിവ് പകർന്നു തന്നിട്ടുണ്ട്. ഈ വൈശാഖ മാസത്തിൽ നമുക്ക് ഒട്ടനവധി പുതിയ പണ്ഡിത ശ്രേഷ്ഠന്മാരെ പരിചയപ്പെടുവാനും അവരിൽ നിന്ന് ഒരുപാട് അറിവുകൾ നേടിയെടുക്കുവാനും നമുക്ക് സാധിക്കുന്നു എന്നത് സന്തോഷകരം തന്നെയാണ്. ലോകത്താകമാനമുള്ള പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരാണ് നമ്മുടെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഇത് ശ്രവിക്കുന്നത് എന്ന സന്തോഷം കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ 30 ദിവസത്തെ വൈശാഖ മാസക്കാലത്തുള്ള പുരാണ ശ്രവണത്തിന് നേതൃത്വം കൊടുക്കുന്ന പൂജാപഠനം പഠിതാക്കളോട്, വിവിധ ഗ്രൂപ്പുകളോട്, അഖില കേരള തന്ത്രസമാജം ഉത്തരമേഖലയുടെ നന്ദിയും, ഒപ്പം ഇന്ന് നമുക്ക് പ്രഭാഷണം നടത്തിയ ശങ്കരനാരായണൻ സാറിനും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. നാളത്തെ സെഷനിൽ, നാളെ മുതൽ നടക്കുന്ന സെഷനുകളിൽ പരമാവധി സജ്ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ അറിവുകള്, ഈ സനാതന ധർമ്മത്തിലെ അറിവുകള് നമ്മുടെ വരും തലമുറകളിലേക്ക് പകർന്നു നൽകുവാനുള്ള ഒരു പദ്ധതിയായി ഇത് കണ്ടുകൊണ്ട് വരും വർഷങ്ങളിൽ നമുക്ക് വിവിധങ്ങളായ നമ്മുടെ ഗ്രന്ഥങ്ങളെ അവലംബിച്ചുകൊണ്ടുള്ള പ്രഭാഷണങ്ങൾ ഇതുപോലെ നടത്തുവാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. എല്ലാവർക്കും ശുഭരാത്രി. നമസ്കാരം. നമസ്കാരം. ശരി, അപ്പോൾ കാണാം. ഓപ്ഷൻ ഓൺ ആക്കുമോ ഹിതേഷ്? റെക്കോർഡ് ഓപ്ഷൻ ഓഫ് ചെയ്യോ ഹിതേഷ്?